വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒന്ന് പുറത്തൊക്കെ പോയി നോക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് ഇതേ കണ്ടത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതേ മുറമൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടങ്ങ് വിട്ടു. എന്താണെന്നല്ല ഇതേ നമ്മുടെ നിത്യവഴുതനങ്ങയ്ക്കകത്ത് കുറച്ച് കായകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു മെഴുക്കുരട്ടി ഒരു തോരനൊക്കെ വെക്കാൻ പറ്റുന്ന അത്രയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിത്യം വഴുതനങ്ങ എന്നുള്ള പേര് കൊണ്ട് നിത്യം ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പം കൂടുതലും മൂത്തതായിരുന്നു, അതൊന്നും ഞാൻ പറിച്ചിട്ടില്ല. ഇങ്ങനെ ഞെക്ക് ഉളുന്ന പോലെ ഉള്ളത് മാത്രം ഞാൻ പറിച്ചെടുത്തിട്ടില്ല. അതിനേ ഉള്ളൂ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അല്ലാത്തപ്പം ഭയങ്കര കട്ടിയായിട്ട് തോന്നും. എന്നാലും ഞാൻ കുത്തിയിരുന്ന് കുറേയേറെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്രയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അമ്മയുടെ പാവൽ കൃഷിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാവയ്ക്കൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അമ്മ തന്നെ താനെ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് പറിച്ചെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ഒരു സന്തോഷമാണല്ലേ. അപ്പം അമ്മ അത് സ്വന്തമായിട്ട് ചെയ്തതായതുകൊണ്ട് അമ്മയ്ക്ക് അതിലേറെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കുറേ പാവയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീളം വെക്കുന്നത് മാത്രമേ ഉള്ളൂ, വണ്ണം വെക്കുന്ന സൈസ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെള്ളപ്പാവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ലൂക്കാപ്പി തന്നെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു വാശിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അയാളെയും കൊണ്ട് തന്നെ അങ്ങ് പറിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറിച്ചെടുത്ത് തന്നെ കുറേ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല വെളുത്തിരിക്കുന്ന പാവയ്ക്കായും നമ്മുടെ നിത്യവഴുതനങ്ങായും എല്ലാം പറിച്ചെടുത്തു. ഇനി ഇത് എന്ത് ചെയ്യും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നീ മെഴുക്കുവരട്ടി വെക്കും, അല്ലെങ്കിൽ തോരൻ വെക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഇത് വൈകിട്ടെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. നേരെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിത്യവഴുതനങ്ങ ഒരു മെഴുക്കുവരട്ടി വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ അതെല്ലാം അരിഞ്ഞങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെ അപ്പുറത്ത് കളിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നിത്യവഴുതനങ്ങയുടെ ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കാനും പറിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ വലിയ കളിയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് അരിഞ്ഞെടുത്തു. അതിനകത്തുള്ളൊരു സവാളയും കൂടെ അരിഞ്ഞിട്ടു. പിന്നെ നേരെ പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ എടുത്ത് തട്ടി അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ പാൻ ചെറുതായി പോയി എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് വെന്ത് അങ്ങ് ചുരുങ്ങിപ്പോവല്ലോ. അപ്പോഴത്തേക്കിന് പാനിനകത്ത് കറക്റ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ മെഴുക്കുരട്ടിയല്ലേ, അത് മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേ വരത്തില്ലേ. അപ്പോൾ എന്തായാലും പാനിനകത്ത് ഇട്ടു. പിന്നെ അതിനകത്തിൽ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. പച്ചമുളക് വേണേൽ പച്ചമുളക് ഇടാം, മുളക് പൊടി വേണേൽ മുളക് പൊടി ഇടാം. അതൊക്കെ അവരവർ ചെയ്യുന്നവർക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വേവാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി വെള്ളം ഒഴിക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞ് അതൊന്ന് വെന്ത് കിട്ടണം, അത്രയും താമസമുള്ളൂ. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാക്കി മെഴുക്കുരട്ടിയുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മെഴുക്കുരട്ടിയൊക്കെ ചെയ്യാനൊക്കെ അറിയാം, ഇന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മുടെ മെഴുക്കുരട്ടി നന്നായിട്ടങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ കൂടുതലാണെന്നൊന്നും ആരും വിചാരിക്കില്ല. എണ്ണ കൂടുതലാണെന്ന് തോന്നിയാലും പാത്രം ഒന്ന് ചരിച്ച് നമ്മൾ മെഴുക്കുരട്ടി ഒരു സൈഡിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ അതും സെറ്റായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ഇത് കേട്ടോ.